പ്രമാദമായ അങ്കമാലി മുക്കന്നൂർ കൂട്ടക്കൊലക്കേസിൽ പ്രതി ബാബുവിന് വധശിക്ഷ. എറണാകുളം ജില്ലാ സെഷൻസ് കോടതിയുടേതാണ് വിധി. സ്മിതയെ കൊലപ്പെടുത്തിയതിന് വധശിക്ഷയും മറ്റ് 2 കൊലപാതകങ്ങൾക്ക് ജീവപര്യന്തവുമാണ് വിധിച്ചത്. ബാബുവിനെതിരെ ചുമത്തിയ ആദ്യ 6 കുറ്റങ്ങളും തെളിഞ്ഞിരിക്കുന്നു. 2018 ഫെബ്രുവരിയിലാണ് കേസിനാസ്പദമായ സംഭവം. സ്വത്ത് തർക്കത്തെ തുടർന്ന് കുടുംബത്തിലെ 3 പേരെ വെട്ടിക്കൊല്ലുകയായിരുന്നു. അശ്വിൻ പാലായി കൊച്ചിയിൽ നിന്ന് ചെയ്യുന്ന അശ്വിൻ, വധശിക്ഷ വിധിച്ചിരിക്കുന്നു. സ്വത്ത് തർക്കത്തിന്റെ പേരിൽ ജ്യേഷ്ഠനെയും ഭാര്യയും ജ്യേഷ്ഠന്റെ മൂത്ത മകളെയും കൊലപ്പെടുത്തിയ കേസിൽ മൂത്ത മകളായ സ്മിതയെ കൊലപ്പെടുത്തിയ കേസാണ് വധശിക്ഷ എന്ന് മനസ്സിലാക്കുന്നത്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? സുഹേൽ, 2018 ഫെബ്രുവരി 11 കേസിനാസ്പദമായ സംഭവം ഉണ്ടാകുന്നത്. മുക്കന്നൂരിൽ കുടുംബ തർക്കത്തെ തുടർന്നാണ് കുടുംബത്തിലെ 3 പേരെ ബാബു വെട്ടിക്കൊലപ്പെടുത്തിയത്. ഇതിൽ മൂത്ത മകൾ സ്മിത, അതായത് ബാബുവിന്റെ സഹോദരന്റെ മൂത്ത മകൾ സ്മിതയെ കൊലപ്പെടുത്തിയ കേസിലാണ് വധശിക്ഷ വിധിച്ചിരിക്കുന്നത്. സ്മിതയുടേത് അതിക്രൂരമായ കൊലപാതകമെന്നാണ് തെളിഞ്ഞത്. എന്തായാലും 46 മുറിവുകളാണ് സ്മിതയുടെ ദേഹത്തു നിന്ന് കണ്ടെത്തിയത്. അതടക്കമുള്ള ക്രൂരത ഈ അന്വേഷണ കാലഘട്ടത്തിൽ തന്നെ തെളിഞ്ഞിരുന്നു. അതുമായി ബന്ധപ്പെട്ടാണ് ആ സ്മിതയെ കൊലപ്പെടുത്തിയ കേസിൽ വധശിക്ഷ. ഒപ്പം ബാബുവിന്റെ സഹോദരനെയും സഹോദരന്റെ ഭാര്യയെയും കൊലപ്പെടുത്തിയ കേസിൽ ഇരട്ട ജീവപര്യന്തമുണ്ട്. അവരുടെ മക്കളായ 10 വയസ്സുകാരനെ ആക്രമിച്ച കേസിൽ 10 വർഷം തടവുണ്ട്. ഇങ്ങനെ വിവിധ വകുപ്പുകളിലായി 46 വർഷമാണ് പ്രതി ബാബു ജയിലിൽ കഴിയേണ്ടത്. അതുകൂടാതെയാണ് വധശിക്ഷ കൂടി വിധിച്ചിരിക്കുന്നത്. ഇതിനു പുറമെ 4,10,000 രൂപ കോടതിയിൽ പിഴയായി കെട്ടിവെക്കേണ്ടതുണ്ട്. എന്തായാലും ഈ കൊലപാതകത്തിന്റെ ക്രൂരത കണക്കിലെടുത്തുകൊണ്ടാണ് ഇത്രയും ഒരു വധശിക്ഷയിലേക്ക് കോടതി നീങ്ങിയത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 2018 തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ കൊലപാതകത്തിന് ശേഷം അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ ഈ പ്രതി ശ്രമിച്ചിരുന്നു. കൊലപാതക ശേഷം അവിടുത്തെ ഒരു അമ്പലക്കുളത്തിൽ ചാടി ആത്മഹത്യ ചെയ്യാനുള്ള ശ്രമവും നടന്നു. ഇതിന്റെ നാട്ടുകാർ പിടികൂടിയാണ് ബാബുവിനെ പോലീസിൽ ഏൽപ്പിച്ചത്. അങ്ങനെ അന്നു മുതൽ 1.5 വർഷക്കാലം നീണ്ടുനിന്ന വിചാരണയ്ക്കൊടുവിലാണ് ഇപ്പോൾ എറണാകുളത്തെ സ്പെഷ്യൽ കുട്ടികൾക്കും സ്ത്രീകൾക്കുമെതിരായ അതിക്രമങ്ങൾ പരിഗണിക്കുന്ന പ്രത്യേക കോടതി ജഡ്ജി കെ സോമൻ ഈ കേസിൽ വിധി പ്രസ്താവിച്ചിരിക്കുന്നത്. അല്പസമയത്തിനുള്ളിൽ പ്രതി ബാബുവുമായി പുറത്തേക്ക് ഇറങ്ങി വരും. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് നടന്ന ഇതിന്റെ വിചാരണ കാലഘട്ടത്തിൽ നടന്ന വാദങ്ങളെല്ലാം തന്നെ വളരെ നിർണായകമായിരുന്നു. ആ സമയത്താണ് ഈ സ്മിതയുടെ ദേഹത്ത് നേരത്തെ പറഞ്ഞതുപോലെ 34-ലധികം മുറിവുകൾ, അതിക്രൂരമായ ആഴത്തിലുള്ളതായ മുറിവുകൾ കണ്ടെത്തിയത്. ഒപ്പം ഈ ബാബുവിന്റെ സഹോദരന്റെ ഭാര്യ വത്സലയുടെ തലയ്ക്കാണ് വെട്ടുകിട്ടിയത്. തല വെട്ടിയപ്പോൾ തന്നെ അവരുടെ തലച്ചോറടക്കം പുറത്തു വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ ഈ 3 കൊലപാതകങ്ങളുടെയും ക്രൂരത അത് കണക്കിലെടുത്താണ് ഇത്രയും വലിയ ഒരു ശിക്ഷയിലേക്ക് കോടതി കടന്നത്. സുഹേൽ, അശ്വിൻ, 6 കുറ്റങ്ങളാണ് പ്രതിക്കെതിരെ ചുമത്തിയിരുന്നത്. പ്രതി കുറ്റക്കാരാണ് കണ്ടെത്തിയ 6 കുറ്റങ്ങളും പ്രതിക്കെതിരെ 6 കുറ്റങ്ങളും തെളിഞ്ഞു എന്നാണോ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്? ഈ സ്മിതയുടെ കേസിൽ മാത്രം വധശിക്ഷയ്ക്ക് വിധിക്കുന്നത് അതിലെ ക്രൂരത കൊണ്ടാണോ? എന്തൊക്കെയാണ് അതിനെ സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ? തീർച്ചയായും സുഹേൽ, ഈ പ്രതിക്കെതിരെ ചുമത്തിയ മുഴുവൻ കുറ്റങ്ങളും തെളിഞ്ഞിരുന്നു. അത് ഈ കഴിഞ്ഞ ദിവസം തന്നെ കോടതി വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. അന്വേഷണ കാലയളവിൽ പഴുതടച്ച അന്വേഷണം ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് നടത്തിയിരുന്നു. ഒപ്പം കോടതിയിൽ പ്രോസിക്യൂഷൻ നടത്തിയ വിചാരണ അത് കൃത്യമായി തന്നെ തെളിവുകളും അടക്കമുള്ള കാര്യങ്ങൾ ഹാജരാക്കാൻ സാധിച്ചു. അടക്കമുള്ള കാര്യങ്ങളിൽ നിർണായകമായ ഇടപെടൽ പ്രോസിക്യൂഷന്റെയും പോലീസിന്റെയും ഭാഗത്തുനിന്നുണ്ടായി എന്നുള്ളതാണ് ഈ കേസിൽ ഇത്രത്തോളം ഒരു ശിക്ഷയിലേക്ക് പോകാൻ കാരണം. ഏറ്റവും നിർണായകമായത് അന്വേഷണ കാലയളവിലും ഒപ്പം വിചാരണ സമയത്തുമൊക്കെ ഏറ്റവും നിർണായകമായത് ഈ പ്രതിയുടെ ഈ 3 പേരുടെയും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണ്. ആ പോസ്റ്റ്മോർട്ടം 3 പേരുടെയും പോസ്റ്റ്മോർട്ടം നടത്തിയ ഒരു ഡോക്ടറാണ് എന്നുള്ളതാണ് പബ്ലിക് പ്രോസിക്യൂട്ടർ അല്പസമയം മുമ്പ് പറഞ്ഞത്. ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അടങ്ങിയിരിക്കുന്ന വിവരങ്ങൾ എത്രത്തോളം ക്രൂരമായാണ് ഈ 3 കൊലപാതകങ്ങൾ നടത്തിയത് എന്നുള്ളത് തെളിയിക്കുന്നതായിരുന്നു. ആ 3 കൊലപാതകങ്ങളിൽ നിഷ്ഠൂരമായ കൊലപാതകമായിരുന്നു ഈ ബാബുവിന്റെ സഹോദരന്റെ മകൾ സ്മിതയുടെ നടത്തിയിരുന്നത്. അതാണ് 46-ലധികം വെട്ടുകൾ, ഒപ്പം തലച്ചോറ് പിളർന്ന രീതിയിലുള്ള കൊലപാതകം. അങ്ങനെ ക്രൂരമായ പല കാര്യങ്ങളും അതിലുണ്ടായിരുന്നു. അതെല്ലാം കൂടി പരിഗണിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ ശിക്ഷയിലേക്ക് പോയിരിക്കുന്നത്. എന്തായാലും നേരത്തെ പറഞ്ഞതുപോലെ 46 വർഷമാണ് ആകെ ഈ ബാബു ശിക്ഷ അനുഭവിക്കേണ്ടത് എന്നുള്ളതും ഈ കേസുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട കാര്യമാണ്. സുഹേൽ, അശ്വിൻ പാലായി പ്രതിയെ ഇപ്പോൾ പുറത്തിറക്കുമ്പോൾ പ്രോസിക്യൂഷൻ അടക്കം പ്രതികരണങ്ങൾ വന്നിരുന്നു. ഈ കേസിൽ നിർണായകമായ തെളിവുകളായി ശേഖരിച്ച് എന്തൊക്കെയായിരുന്നു? പ്രതിയുടെ ഈ കൊലപാതകത്തിന് ശേഷം പ്രതിയുടെ മാനസിക നില പരിശോധന അടക്കം അല്ലെങ്കിൽ ജയിലിനുള്ള റിപ്പോർട്ട് അടക്കം ഈ കേസിലൊക്കെ തേടിയിരുന്നൊരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നില്ലേ? തീർച്ചയായും സുഹേൽ, അല്പസമയത്തിനുള്ളിൽ കോടതി നടപടികൾ പൂർത്തിയാക്കിയ ശേഷം പ്രതി ബാബുവുമായി പോലീസ് പുറത്തേക്ക് വരും. അകത്ത് ഈ ശിക്ഷാവിധി പ്രസ്താവിച്ച ശേഷമുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. എന്തായാലും ഈ കേസിന്റെ അന്വേഷണ കാലയളവിൽ നിർണായകമായ പല തെളിവുകളും ഉണ്ടായിരുന്നു. ഒപ്പം സാക്ഷിമൊഴികൾ, ഈ കൊലപാതക
ത്തിലേക്ക് നയിച്ച അക്രമം തടഞ്ഞ 2 കുട്ടികളുണ്ട്. അപർണ, അശ്വിൻ എന്നീ 2 പേരുകളിലുള്ളവരുടെ കുട്ടികളുണ്ട്. ഇവർക്കും ഗുരുതരമായി പരിക്കേറ്റിരുന്നു. ഇവരുടെ അടക്കം സാക്ഷിമൊഴികൾ ഇതിന്റെ ക്രൂരത തെളിയിക്കുന്ന രീതിയിലേക്കുള്ള അന്വേഷണത്തിലേക്ക് പോലീസിനെ സഹായിച്ചതാണ്. അങ്ങനെ പല ഘടകങ്ങളും ഇതിന്റെ അന്വേഷണ കാലയളവിൽ പോലീസിന് സഹായകമായിരുന്നു. ഒപ്പം ഈ 3 പേരെയും വെട്ടിക്കൊലപ്പെടുത്താൻ ഉപയോഗിച്ച ആയുധങ്ങളടക്കം പോലീസ് കണ്ടെടുക്കുകയും ചെയ്തിരുന്നു. അതേസമയം കഴിഞ്ഞ ദിവസം ഈ എത്തിയപ്പോൾ ഇതിന്റെ ശിക്ഷാവിധിയിന്മേലുള്ള വിചാരണ വാദം നടന്നപ്പോൾ പ്രോസിക്യൂഷൻ ശക്തമായി തന്നെ പരമാവധി ശിക്ഷ തന്നെ നൽകണമെന്ന് പറഞ്ഞിരുന്നു. അതുകൂടാതെ പ്രതിഭാഗം ആവശ്യപ്പെട്ടത് കോടതിയിലെ നല്ല നടപ്പ് ജയിലിലെ നല്ല നടപ്പ് പരിഗണിക്കണമെന്നുള്ളതായിരുന്നു. ഒപ്പം മറ്റു കേസുകളിൽ പ്രതിയാകാത്ത ഈ വാർത്ത വിശദാംശങ്ങളിലേക്ക് വരാം. മുക്കന്നൂർ കൂട്ടക്കൊലപാതക കേസിൽ പ്രതിക്ക് വധശിക്ഷ വന്നിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് ഈ മണിക്കൂറുകൾ വരുന്നത്.